അഗ്രികൾച്ചറൽ ബയോടെക്നോളജി എന്നൊരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാസ്റ്റർ ഡിഗ്രി തരത്തിൽ നമുക്ക് ബയോടെക്നോളജിയിൽ ഒരുപാട് സ്പെഷ്യലൈസേഷനുകളുണ്ട്. അതിലൊന്നാണ് ഈ അഗ്രികൾച്ചറൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ ബാച്ചിലർ തലത്തിൽ തന്നെ ഈ എലക്റ്റീവായിട്ട് ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഹൗവർ നിങ്ങൾ മാസ്റ്റർ ഡിഗ്രിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ അഗ്രികൾച്ചറൽ ബയോടെക്നോളജി നമ്മൾ പോവുകയാണ് എങ്കിൽ ഇതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് നമുക്ക് ക്രോപ്സിനെ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, കീടങ്ങളൊന്നും നശിപ്പിക്കാത്ത തരത്തിലുള്ള ക്രോപ്സിനെ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. ഇനി ചെറിയ സ്ഥലത്ത് തന്നെ എങ്ങനെയാണ് മാക്സിമം ഈൽഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഈ ബയോടെക്നോളജി അഗ്രികൾച്ചർ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് തന്നെ ഉണ്ട്. ആ രീതിയിലേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഇനി പലതരത്തിലുള്ള അഗ്രി ഫേംസ് ഇല്ലേ, അത്തരം അഗ്രി ഫേംസിൽ പല റോളുകളിൽ അഗ്രികൾച്ചറൽ ബയോടെക്നോളജിസ്റ്റ് കഴിഞ്ഞവരെ ആവശ്യം വരും. അപ്പോൾ ഇത്രയും ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം ഈ മേഖലകളിലേക്ക് തിരിയുക. കാരണം കുറച്ച് നിഷായിട്ടുള്ള ഫീൽഡാണ്. അത്രയും നമുക്ക് ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ സ്കിൽസ് ഡെവലപ്പായി വരുള്ളൂ. അത്തരത്തിൽ സ്കിൽസ് ഡെവലപ്പായി വന്നാലാണ് ഇതിന് കരിയർ സാധ്യതകളും ഉണ്ടാവുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.